ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ റെസിപ്പിയാണ്. അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായയാണ്. ചായ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ഗ്രീൻ ടീ, മസാല ടീ ഒക്കെയാണ് കുടിക്കാറുള്ള. ഇന്ന് ഉണ്ടാക്കുന്ന ചായക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചോക്ലേറ്റ് ചായയാണ്, ചോക്ലേറ്റ് ടീ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളമുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ എടുക്കുന്ന അളവിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഒരു കപ്പ് വെള്ളം. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ചെറിയൊരു മസാല റെഡിയാക്കാം. ഞാനിവിടെ മസാലയായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം പട്ട, ഒരു ചെറിയ പീസ് ഗ്രാമ്പു, 4 ഏലക്ക. ഇത് മൂന്നും കൂടെ ഒന്ന് നമുക്ക് കല്ലിലിട്ടൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. എന്നാലേ മസാല എല്ലാം ശരിക്കും ഇതിലേക്ക് ഇറങ്ങുള്ളൂ. ഗ്രാമ്പു ഒരു ചെറിയ പീസ് മതി, ഇത് മതി. പട്ടയും അതേപോലെ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാം. നമ്മൾ വെറുതെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചായയിലേക്ക് ശരിക്കും പിടിക്കില്ല. അപ്പോൾ ഒന്ന് ചതച്ച് കൊടുത്തിട്ട് ഇട്ടാൽ നന്നായിട്ട് മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങും. ഇപ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചതച്ച മസാലാസ് ഇട്ട് കൊടുക്കാം. ഈ മസാല എല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫസ്റ്റ് തിളക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് ചായപ്പൊടി യൂസ് ചെയ്യണോ അത് ഇട്ടാൽ മതി. ചായയുടെ ഇല ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, കൂടുതൽ നല്ലതാണ്. ഞാനൊരു 2 ചെറിയ ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പാലും എല്ലാം കൂടെ ചായപ്പൊടിയും മസാലയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. തീ ഒന്ന് ഇനി കുറച്ച് വയ്ക്കണം. പിന്നെ നമ്മൾ ഇടുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ഇടാം. 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലെ കട്ടയെല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഫ്രണ്ട്സ്, ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ചായ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ്. നിങ്ങൾക്ക് ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നല്ലൊരു റെസിപ്പിയായി വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.